ഇത് ഡോക്ടർ ഹരിപ്രിയ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കി. സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആദ്യത്തെ ലോക നേതാവാണ് മുഹമ്മദ് നബി. നമ്മൾ അല്ലെന്ന് പറയാൻ പാടില്ല. സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകിയത് മുഹമ്മദ് നബിയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പകുതി പുരുഷന് കൊടുക്കുന്നതിന്റെ പകുതിയല്ലേ കൊടുക്കുന്നുള്ളൂ എന്ന് നമ്മൾ കുറ്റം പറയുമ്പോ മറ്റെവിടെയും പകുതിയും കൊടുത്തിരുന്നില്ല. പകുതിയെങ്കിലും സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത്, അതിന് നബി കൃത്യമായ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. വെറുതെ അല്ല പകുതി കൊടുക്കാൻ പറഞ്ഞത്, അവക്ക് മെഹർ കൂടെ കിട്ടുന്നുണ്ട്. അതും കൂടെ ചേർത്ത് വായിക്കുമ്പോ പുരുഷനേക്കാൾ സമ്പത്ത് ആർജിക്കാൻ കഴിയുന്നത് സ്ത്രീക്കാണ്. സ്ത്രീധനം നിരോധിച്ച് മെഹർ സംവിധാനം ലോകത്തെവിടെയും ഇല്ലാത്ത തരത്തിൽ നടപ്പിലാക്കിയത് അത് മുഹമ്മദ് നബിയുടെ ഒരു പുതിയ മാറ്റമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാം. അതുമാത്രമല്ല, സ്വത്തവകാശത്തിനകത്ത് നിങ്ങൾ ആലോചിക്കണം, പിതൃസ്വത്ത് മാത്രമല്ല, മാതാവിന്റെ സ്വത്തിന് അവകാശമുണ്ട്, മകന്റെ സ്വത്തിന് അവകാശമുണ്ട്. ലോകത്ത് മറ്റൊരിടത്തും മകൻ, അമ്മ ജീവിച്ചിരിക്കെ മകൻ മരണപ്പെട്ടാൽ ആ സ്വത്തിന് അമ്മ അർഹയല്ല. പക്ഷേ ഇസ്ലാമിനകത്ത് അത് സാധിക്കുന്നു. അങ്ങനെയൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു അത്ഭുതകരമായ വസ്തുതയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റെവിടെയില്ല. ഭാര്യയ്ക്കാണ് സ്വത്തവകാശം പോകുന്നത് സ്വാഭാവികമായിട്ടും. അപ്പൊ അമ്മ